Watch full episodes on Jio Hotstar. എന്റെ പരാക്രമികളായ സൈനികരെ, നമ്മുടെ ചന്ദ്രഭൂമിയിൽ നിന്നും ഡ്രാഗോവിനെ വലിച്ചു പുറത്തേക്ക് കളയുക. എല്ലാവരും സജ്ജരാകൂ, ഉടനെ ആക്രമിക്കൂ. ചാന്ദിനി, നിൽക്കൂ എല്ലാവരും. ബഹുമാനപ്പെട്ട രാജൻ, താങ്കളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ഡ്രാഗോനെ ഭയപ്പെടണമെന്ന്. അതിനുള്ള സമയം ഇപ്പോൾ അടുത്തിരിക്കുന്നു. എന്തിനാണ് പേടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരാനുള്ള സമയം ഇന്ന് കമാൻഡർസി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഈ ഡ്രാഗോനെ എന്തിനാണ് പേടിക്കേണ്ടതെന്ന്. Fire! ഇതെങ്ങനെ നമ്മളൊക്കെ ചെറുതായി പോയേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ. രക്ഷപ്പെടൂ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ചെറുതായി പോയത്? രക്ഷപ്പെട്ടോളൂ. തിരിച്ചു പോകാം. ശാന്തിനി, എന്റെ പുത്രി. ഡോക്ടർ, ആ റേസ് കാരണം മഹാരാജന് ബുദ്ധിക്ക് എന്തോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഓർമ്മക്കുറവുണ്ടാവുന്നു. നാം ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ആക്രമിക്കേ. ഇവനെ വെറുതെ വിടുക. നിൽക്കവിടെ. മഹാരാജൻ സംയമനം പാലിക്കൂ. ഈ ഡോക്ടർ വന്നിരിക്കുന്നത് അങ്ങേ ചികിത്സിക്കാനാണ്. പരിഭ്രമിക്കേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും. പ്രിയപ്പെട്ട ചന്ദ്രവാസികളെ, നമ്മുടെ ഈ ദുരാവസ്ഥയിൽ നിന്ന് ആരാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. മഹാറാണി, എനിക്കറിയാം നമ്മളെ ആർക്ക് സഹായിക്കാൻ പറ്റുന്നു. അവരുടെ പേരാണ് മോട്ടു, പിന്നെ പത്ലു. ഹലോ മോട്ടു മാഷേ, ഞാൻ ചന്ദ്രനിൽ നിന്ന് ടീയാണ് സംസാരിക്കണേ. ഞാൻ ഭൂമിയിൽ നിന്ന് മോട്ടുവാണ് സംസാരിക്കുന്നത്. അതെ, പിന്നെ തമാശ കളിക്കാനുള്ള സമയമല്ല ഇത് കേട്ടോ. വീണ്ടും വിളിക്കുന്നു. ഹലോ. അല്ല മോട്ടു മാഷേ, ഫോൺ ഡിസ്കണക്ട് ചെയ്യല്ലേ. ഞാൻ ചന്ദ്രനിൽ നിന്ന് ടീയാണ് സംസാരിക്കണേ. താങ്കളുടെ സേവനം അത്യാവശ്യമാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്ക് കളി തമാശ പറയാനുള്ള സമയമല്ല ഇത്. മനസ്സിലായോ കോപ്പേ?
നിനക്ക് ടീയും കാഫിയും ഒന്നും ഇവിടുന്ന് കിട്ടൂല. ഇതെന്താ? ഭൂതം, ഭൂതം! പത്ലു, പത്ലു, ഇവിടെ ഭൂതമുണ്ട്. ഹലോ എവരിബഡി, സോറി നിങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമിക്കണം. എന്റെ പേര് ടി ആണ്. ഞാൻ ചന്ദ്രനിലെ ഒരു നിവാസിയാണ്. എനിക്ക് മോട്ടു പത്ലുമാരുടെ ഒരു സഹായം വേണം. അതിന് നിനക്ക് ഞങ്ങളെ എങ്ങനെ അറിയാം? ഞാൻ എന്റെ സാറ്റലൈറ്റ് വഴി ഭൂമിയിലെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും പലരെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങനെ നിന്നെ സഹായിക്കുക? പ്രിയപ്പെട്ട മോട്ടു പത്ലു, ഡ്രാഗോ എന്നൊരു ദുഷ്ടൻ കാരണം ചന്ദ്രന്റെ പ്രകാശം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലാണെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. പുർഫുരി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുക. ഇനിയെങ്കിലും നമ്മൾ ഡ്രാഗോയുടെ പ്രവർത്തികൾ തടഞ്ഞില്ലെങ്കിൽ പുർഫുരി നഗരത്തിന് ദുരവസ്ഥയായിരിക്കും. എന്ത്? ഞങ്ങളുടെ ഫുർഫുറി നഗർ മുഴുവൻ നശിക്കുമെന്നോ? ഞാനെല്ലാം വിവരിക്കാം. നിങ്ങൾ ഒരു തവണ എന്റെ കൂടെ ചന്ദ്രനിലേക്ക് വന്നാലും പ്ലീസ് ഹെൽപ്പ് us and help yourself also. പുർഫുരി നഗരത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ശരി, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ തയ്യാറായിക്കോളാം. എന്ത് പറയുന്നു പത്ലു? ഫുർഫുറി നഗറിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. താങ്ക് യു. ഞങ്ങൾ പ്രതീക്ഷിച്ചതും ഇത് തന്നെയായിരുന്നു. പോണു. എന്റെ അമ്മോ, എനിക്കും ഫുർഫുറി നഗരത്തിനെ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്നെയും കൊണ്ടുപോണം. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്നെ കൊണ്ടുപോകുന്നത് പറയേ, നിർത്താൻ പറ. വേണ്ട വേണ്ട, എന്നാ പിന്നെ നിങ്ങൾ പോന്നേക്ക്. ഇവിടൊന്ന് കാല് കുത്താൻ സാധിക്കുന്നില്ല. ആരെങ്കിലും സഹായിക്കണേ, വേഗം വരണേ. എനിക്കൊരു സ്വപ്നം കാണുന്നത് പോലെ ഉണ്ടല്ലോ. നമുക്കിവിടെ എങ്ങനെ എത്താൻ സാധിച്ചു? ഒരു പിടുത്തമില്ല. ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? മമ്മി, സോറി, ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ആന്റി ഗ്രാവിറ്റി റേസ് ഇട്ടിട്ട് നിങ്ങളുടെ കാര്യം ശരിപ്പെടുത്തി തരാം. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ആദ്യം നീ ഒന്ന് നേരെ നിൽക്കന്റെ മോട്ടു. ഒന്ന് എണീക്ക് ചിങ്കൻ സാറേ, ഒന്ന് എണീക്ക്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലേ? ചാട്ടക്ക, എന്നെ തിരിച്ചു കൊണ്ടുപോണം. ഇപ്പൊ തന്നെ കൊണ്ടുപോണം. പൊളിച്ചെടുത്തല്ലോ. മഹാരാജൻ, ഇതാണ് ഞാൻ മുമ്പ് അങ്ങയോട് പറഞ്ഞ രണ്ടു പേര്. വിടരുതിവന്മാരെ, ആക്രമിക്കേ. ഇവർ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. മഹാരാജൻ, ഇവരാണ് മോട്ടുവും പത്ലുവും. നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡ്രാഗോ ആണ്, ഇവരല്ല. ഓ, ക്ഷമിച്ചാലും മോട്ടു പത്ലു, ഡ്രാഗോ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. മിസ്റ്റർ ടി താങ്കളെ കുറിച്ചും രാജകുമാരി ചാന്ദിനിയെ കുറിച്ചും എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു. കുഴപ്പമില്ലെന്നേ. അതെ, മഹാരാജാവിന് ബദാം കഴിക്കാൻ കൊടുക്ക. ഓർമ്മശക്തി കൂടാൻ ബദാം കഴിക്കുന്നത് നല്ലതാ. എന്താ സംഭവിക്കണേ? എന്താ സംഭവിക്കണേ? ഇത് എന്താ ഭയങ്കര കാരണം? ഒന്നും മനസ്സിലാവണില്ലല്ലോ. ദൈവമേ, എല്ലാരും അകത്തേക്ക് കയറിക്കോളൂ, അകത്തേക്ക് കയറിക്കോളൂ, നമ്മുടെ വീട്ടിലേക്ക് കയറിക്കോളൂ, നമ്മുടെ സുരക്ഷാ സങ്കേതത്തിലേക്ക് കയറിക്കോളൂ. എൻക്രിറ്റ് വരുന്നുണ്ട്. ഓടിക്കോ.
Why fear when Chingam is here? The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടുപുത്തില് പറഞ്ഞാ മതി, അവന്മാരെ കൂടെ ചേർന്ന് ഞാൻ നമുക്ക് എപ്പോഴും പ്രശ്നം തന്നെ ഉണ്ടാവുന്നത്. അമ്മച്ചി രക്ഷിക്കണേ, എന്റെ അമ്മച്ചി. ആരെങ്കിലും മഹാരാജനെ രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ഒന്ന് വേഗം. ഏയ്! പത്ലു! അവിടെ നിക്ക. ക്ഷമിക്കൂ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ രക്ഷിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. ക്ഷമിച്ചാൽ. എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ചാന്ദിനി സുഖം പ്രാപിച്ചത്? ഡ്രാഗോ രാജകുമാരിയെ ധരിപ്പിച്ചിരുന്ന ഈ കിരീടം അപകടത്തിൽ തെറിച്ചുപോയി. ഇതിന്റെ സഹായത്തോടെയാണ് ഡ്രാഗോ എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഡ്രാഗോനെ പേടിക്ക, ഡ്രാഗോനെ പേടിക്ക, ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അതെ, ഞങ്ങൾക്കാരെയും പേടിയില്ല കേട്ടോ. മര്യാദക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. ഇവരെ വെറുതെ വിട്ടേക്കൂ, ഇല്ലെങ്കിലുണ്ടല്ലോ. മോട്ടു അകത്തേക്ക് വാ, പുറത്ത് നിന്നാ പണി കിട്ടും. വേഗം അകത്തേക്ക് വാ. ഈ പർവ്വതത്തിന്റെ അകത്ത് കയറി അവന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അകത്തേക്ക് വാ, ഇവിടെ നിൽക്കുന്നത് അപകട. ഇത് ഡ്രാഗോയുടെ വെറും നിഴലല്ലേ പത്ലു. ഇതിനേക്ക് എന്തിനാ നീ പേടിക്കുന്നത്? നീ എന്താ ചെയ് ഡ്രാഗോ. ഡ്രാഗോനെ പേടിക്ക, ഡ്രാഗോനെ പേടിക്ക. നിങ്ങൾക്ക് ഇതുവരെയും അത് മനസ്സിലായിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ അത് മനസ്സിലാക്കി തരാൻ പോകുന്നു. നിന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ നീ എന്തായാലും വരുമല്ലോ മോട്ടു. തീർച്ചയായും വരണം. അപ്പോ നിനക്ക് മനസ്സിലാകും. ഡ്രാഗോനെ പേടിക്ക, ഡ്രാഗോനെ പേടിക്ക എന്ന് ഞാൻ എന്തിനാണ് പറഞ്ഞിരുന്നതെന്ന്. ഇല്ല പത്ലു, ഞാനിതെന്താ കാണിച്ചത് പത്ലു? മോട്ടു എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. അവനും അതാണ് വേണ്ടത്. നമുക്കെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകാം. നമ്മൾ പോകും, തീർച്ചയായിട്ടും പോകും. പക്ഷെ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം. പത്ലു, പത്ലു! Hey, ഒരു മിനിറ്റ്. I want to ask you something. Excuse me, ഈ കൺട്രോൾ റൂം എവിടെയാണ്? മുൻവശത്തുനിന്ന് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ സ്ട്രൈറ്റ്, വീണ്ടും ലെഫ്റ്റ്, പിന്നെ ലാസ്റ്റ് റൈറ്റ്. Thank you very much. കണ്ടല്ലോ, എത്ര എളുപ്പമായിരുന്നു ഈ പണി. Why fear when Chingam is here? Come on. പൊളിച്ചെടുത്തല്ലോ. ഇങ്ങനൊന്നും ചെയ്യില്ല ചിങ്കം സാറേ. അവറ്റങ്ങള് നമ്മളെ തിരിച്ചറിഞ്ഞാലോ പെട്ടുപോയേനെ. നമ്മുടെ ഗതി അതോ ഗതി ആയേനെ. ദാ നോക്കൂ, ഇതാണ് കൺട്രോൾ റൂം. വാ, അകത്ത് പോയി നോക്കാം എന്താണ്. കമാൻഡർ പി, നിങ്ങൾ എന്റെ റോബോ സോൾജറാണ്. ഈ സർ ഡ്രാഗോ നിന്റെ ബോസ് ആണ്. സർ ഡ്രാഗോ എന്റെ ബോസാണ്. ഇനി മുതൽ ഈ ഡേഞ്ചർ ഡ്രാഗോ എന്തു പറഞ്ഞാലും നീ അത് കേൾക്കണം. നീ പറയുന്നൊന്നും അവൻ അനുസരിക്കില്ല. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. ഹാൻഡ്സ് അപ്പ്. ഈ ലോകം എന്നെ പേടിക്കുന്നു, എന്നിട്ട് നീ എന്നെ പേടിപ്പിക്കുകയാണോ? എനിക്കിഷ്ടമായി. അത് വളരെ നന്നായി. എന്റെ അമ്മോ, ഏയ് വേണ്ട. നാ പുട്ട് കടല പിടിച്ചോ. ഏയ് കമാൺ പണ്മാ. ഏയ് നാ പിടിച്ചോ.
ഞാൻ ജീവിതത്തിൽ ഇടയ്ക്ക് സീരിയസ് ആവാറുള്ളൂ. പക്ഷെ ഞാൻ സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. എന്റെ അമ്മ. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും സീരിയസ് ആയിട്ടേ ഇരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഡ്രാഗോനെ പേടിക്കുന്ന. ഡ്രാഗോനെ പേടിക്കാ. ചിങ്ങം സർ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പൊളിക്കടുത്തല്ലോ. ഇത് തന്നെയാണ് ഞാനും ആദ്യം പേടിച്ചത്. ഓടിക്കോ. കമാൻഡർ പി, യു ആർ റെഡി ഫോർ ഓപ്പറേഷൻ? യെസ് സർ ഡ്രാഗോ. മോട്ടുമാഷേ, കൺട്രോൾ റൂം കണ്ടുപിടിച്ചു. നിങ്ങൾ എവിടെയാണ്? എന്ത് കൺട്രോൾ റൂം കണ്ടുപിടിച്ചെന്നോ? നന്നായി. ശ്രദ്ധിക്കൂ, അവരൊക്കെ പത്തലൂർ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അവൻ അവിടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഞങ്ങൾ വരുവാണ്. നിങ്ങൾ മെയിൻ ഡോറിന്റെ അടുത്ത് ഞങ്ങളെ കാത്തു നിൽക്കൂ. ഓക്കെ? ഓക്കെ മോട്ടുമാഷേ. കൂട്ടരെ, നിങ്ങൾ പേടിക്കരുത്. ഒരു ഉറുമ്പ് ആനയെ കീഴ്പ്പെടുത്തുന്നത് പോലെ, ഒരു എലി പർവ്വതത്തെ തുരക്കുന്നത് പോലെ നമുക്കും നമ്മളുടെ ശക്തി എന്താണെന്ന് ആ ഡ്രാഗോയെ കാണിച്ചു കൊടുക്കണം. അറ്റാക്ക്. ഇവൻ വിടരുത്. വിടരുത് ഇവനെ. എടോ, ആരെങ്കിലും മഹാരാജാവിന് ബാദാം കൊടുക്കണോ? എന്റെ അമ്മ, നിങ്ങൾക്കൊന്ന് ചെവി കേട്ടൂടെ? രാജാവിന് ബാദാം കൊടുക്കാൻ. നിന്നാലും മഹാരാജൻ. എന്റെ ദൈവമേ. മഹാറാണി, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. മഹാരാജാവ് ഉടൻ തന്നെ സുഖം പ്രാപിക്കുന്നതാണ്. ഇന്നത്തെ വിജയം നമ്മളുടേത് മാത്രമായിരിക്കും. അല്ലേ കൂട്ടരെ? ഞാൻ മോട്ടു പിന്നെ ചെക്ക സ്പേസ്ഷിപ്പിലേക്ക് പോയി കൺട്രോൾ റൂം കൺട്രോൾ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പുറത്തുനിന്ന് ആക്രമിക്കണം. ജയ് ചന്ദ്രഭൂമി. ജയ് ചന്ദ്രഭൂമി. ജയ് ചന്ദ്രഭൂമി. എന്റെ കാവിലമ്മേ. കമാൻഡർ സി തിരിച്ചു വന്നിരിക്കുന്നു. ഇത് ഞാനാണ് കമാൻഡർ സി. കൺട്രോൾ റൂം എവിടെയാന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. വരും, നമുക്ക് മിസ്റ്റർ ടിയെ കണ്ടുപിടിക്കാം. നിങ്ങൾ എവിടെയാണ്? ഞാൻ ചാന്ദിനിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഭേദമായോ? നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഞങ്ങൾ മെയിൻ ഡോറിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. പത്തലൂ, പത്തലൂ. പത്തലൂ. കമാൻഡർ സി റിപ്പോർട്ടിംഗ് ബാക്ക് സർ. ആഹാ, ആഹാ, ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വെൽക്കം ബാക്ക് കമാൻഡർ സി. ഇത് കണ്ടില്ലേ, കൂട്ടുകാരനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു ഒരു മോട്ടുവും പത്തലും. കമാൻഡർ പി, മോട്ടുവിന്റെ കഥയങ്ങ് കഴിച്ചേക്ക. യെസ് സർ ഡ്രാഗോ. പത്തലൂ, നിന്നെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവന്മാരൊക്കെ? പത്തലൂ, എന്റെ പത്തലൂ. പത്തലു, നോക്ക്, എന്നെ നല്ലോണം നോക്ക്. ഞാനാണ് നിന്റെ മോട്ടു. ആ കിരീടം ഒന്ന് അഴിച്ചു മാറ്റ്. അതുകൊണ്ടാണ് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ആ കിരീടം അഴിച്ചു മാറ്റ്. എന്റെ അമ്മ, എന്റെ അമ്മ.
എന്റെ പത്തലോ കൂട്ടുകാരാ, നീ എന്തായി കാണിക്കുന്നത്? നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ? പത്തലോ, എന്നെ ഒന്ന് താഴെ ഇറക്കടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.